പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോഗ്യം വരും ദിവസങ്ങളിൽ മോശമായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ പ്രശസ്തമായിട്ടുള്ള ജ്യോതിഷന്മാർ ബൃഹത് സംഹിത ഉദ്ധരിച്ച് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ രാജ്യമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ജ്യോതിഷത്തിൽ വിശ്വാസം കാണും, ചില ആൾക്കാർക്ക് അമിതമായിട്ടുള്ള വിശ്വാസം കാണും, ചില ആൾക്കാർക്ക് ജ്യോതിഷത്തിൽ തീരെ വിശ്വാസം ഇല്ലാതെയും ഇരിക്കും. എന്നാൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ വളരെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ബൃഹത് സംഹിതയിൽ എഴുതിയിട്ടുണ്ട് പ്രപഞ്ചം മുഴുവൻ ഗ്രഹങ്ങൾക്ക് വിധേയമാണെന്ന്. എന്തായാലും ഗ്രഹങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഈ മുഴുവൻ പ്രപഞ്ചവും ഗ്രഹങ്ങൾക്ക് വിധേയമാണ്. പർവ്വതങ്ങളെയും നദികളെയും മൃഗങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല, മനുഷ്യരെയും ഒഴിവാക്കിയിട്ടില്ല. ഗൃഹചലനങ്ങൾ അനുസരിച്ച് നരേന്ദ്രമോദി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ഒരു ദുഷ്കരമായ സമയത്തിലൂടെയാണ് ജ്യോതിഷപ്രകാരം കടന്നു പോകുന്നത്, ബൃഹത് സംഹിത പ്രകാരം കടന്നു പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സമീപ ഭാവിയിൽ തന്നെ വഷളാകും എന്നാണ് ഇപ്പോൾ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജാതകം തുലാം രാശിയാണ്. ഇതിൽ നിലവിൽ ചൊവ്വയുടെ മഹാദശയിൽ വ്യാഴത്തിൻ്റെ അന്തർദശയും രാഹുവിൻ്റെ പ്രത്യാന്തര ദശയും നടക്കുന്നു എന്നാണ് ജ്യോതിഷന്മാർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതിലൊക്കെ വളരെ വലിയ വിശ്വാസം കാണും. എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വാർത്തയായി ഇതിനെ കരുതിയാൽ മതി. എന്തായാലും ചൊവ്വ വ്യാഴം രാഹു ദശയിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര ചെയ്തുവെന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ബഹുമാനം നിലനിർത്തിയില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ദശാനാഥനായ ചൊവ്വ ശത്രു രാശിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അന്തർദേശനാഥനായ വ്യാഴം 8ാം ഭാവത്തിലൂടെയും ദശാനാഥനായ രാഹു 6ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നു. മാർച്ച് 8 മുതൽ അതുകൊണ്ട് തന്നെ അവരുടെ ജാതകത്തിൽ ചൊവ്വയുടെ മഹാദശയിൽ ശനിയുടെ ആന്തരിക ഘട്ടം ആരംഭിക്കുമെന്നും അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി തെളിയിക്കുമെന്നുമാണ് ഇപ്പോൾ ജ്യോതിഷന്മാർ പറയുന്നത്. മാർച്ച് 29 സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ 5 ഗ്രഹങ്ങൾ മീനരാശിയിൽ സംക്രമിക്കും. 30-ാം തീയതി 6 ഗ്രഹങ്ങൾ മീനരാശിയിൽ സംക്രമിക്കും. അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ രോഗസ്ഥാനത്താണ് മീനം രാശി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചിലപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്ത അതിനെയൊക്കെ കളിയാക്കുന്ന സുഡാപ്പികൾക്ക് പോലും വലിയ രീതിയിലുള്ളൊരു സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രോഗശയ്യയിലാകും എന്നാണല്ലോ ഇവർ പറയുന്നത്. അതുകൊണ്ട് എന്തായാലും 6 ഗ്രഹങ്ങൾ രോഗസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്താൽ അവരുടെ ആരോഗ്യം മോശമായേക്കും. അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പാർട്ടിക്ക് പുറത്തുള്ളവരും അകത്തുള്ളവരും കൂടുതൽ ശക്തരാവുകയും അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്തേക്കാം. കാരണം 6ാം സ്ഥാനം എതിരാളികൾക്കും രോഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. രാജ്യത്തിൻ്റെ ജാതകത്തിൽ 11ാം സ്ഥാനം പ്രധാനമന്ത്രിയുടേതായി കണക്കാക്കപ്പെടുന്നു. ഭാരതീയ ജാതകത്തിൽ 11ാം ഭാവത്തിൽ 6 ഗ്രഹങ്ങൾ സംയോജിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ജാതകം പ്രധാനമന്ത്രിക്ക് പ്രതിസന്ധിയുടെ സമയമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജാതകം അനുസരിച്ച് വരും ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും കൂടുതൽ വഷളായേക്കും എന്നാണ് ജ്യോതിഷന്മാർ പറയുന്നത്. ഈ സമയത്ത് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകും. അത് അദ്ദേഹത്തെ വളരെ കാലം കഷ്ടപ്പെടുത്തുകയും ഒരുപക്ഷെ അധികാരം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വന്നേക്കാം. മാർച്ച് 29 മുതൽ ദീപാവലി വരെയുള്ള കാലയളവ് അവർക്കൊരു പരീക്ഷണമായിരിക്കും. ഇത് വെറും ഒരു ജ്യോതിഷ പഠനം മാത്രമാണ്. അവരുടെ നല്ല ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ബൃഹത് സംഹിത പ്രകാരം ഇത് പ്രവചിച്ചിരിക്കുന്ന ജ്യോതിഷന്മാരടക്കം പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ഒരു പ്രവചനം മാത്രമാണ്. ആരോഗ്യത്തിന് വേണ്ടി, പ്രധാനമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ ജാതക പ്രകാരം വരാനിരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എഴുതാൻ ഗുജറാത്തിലെമ്പാടുമുള്ള ജ്യോതിഷികൾക്ക് ഞങ്ങൾ ക്ഷണം അയക്കുന്നു എന്ന് പറഞ്ഞ് gspressnote@gmail.com എന്നൊരു വിലാസവും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.